നമസ്കാരം. പ്രിയദർശിനി ബസ്സുകളിലെ സൗജന്യ യാത്രയെ സംബന്ധിച്ച് ഗതാഗത മന്ത്രി സി.പി. ജോൺ ഇന്നലെ നടത്തിയൊരു പ്രസ്താവന പ്രേക്ഷകർക്കെല്ലാം ഓർമ്മയുണ്ടാകും. തത്വമയി ന്യൂസും അത് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ ഒരു രത്നച്ചുരുക്കം: പ്രിയദർശിനി ബസ്സിൽ തള്ളിക്കയറുന്ന സ്ത്രീകൾ മക്കളെ സ്വകാര്യ സ്കൂളുകളിൽ വലിയ ഫീസ് നൽകി പഠിപ്പിക്കും. എന്നാൽ അവർ തന്നെ ഈ എന്തെങ്കിലും അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രികളിൽ പോകാതെ സൗജന്യ ചികിത്സയ്ക്ക് സർക്കാർ ആശുപത്രിയിലേക്ക് വരും. അതായത് അടിസ്ഥാനപരമായിട്ട് പണം പ്രശ്നമല്ലാത്തവർ പോലും സൗജന്യം മോഹിച്ച് ഈ പ്രിയദർശിനി ബസ് പോലുള്ള സംവിധാനങ്ങളും സർക്കാർ ആശുപത്രികളുടെ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നു, ഒരു ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ധ്വനിയിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെ ഒരു പതിവ് ധാർഷ്ട്യത്തിൽ, പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ, ധാർഷ്ട്യത്തിൽ പറഞ്ഞെങ്കിലും ഇന്ന് കോൺഗ്രസ്സുകാരൻ്റെ മെയ്വഴക്കത്തോടുകൂടി ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രിയദർശിനി സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയാണ്, അത് നടപ്പാക്കുക തന്നെ ചെയ്യും, ഇത് നിർത്താനൊന്നും പോകുന്നില്ല. ഇതിൽ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതും മന്ത്രിമാരോട് പറയേണ്ടതും, സൗജന്യ പദ്ധതികളോട് വ്യക്തിപരമായി എതിർപ്പുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അടിസ്ഥാനപരമായിട്ട് ഈ ഫ്രീ ബീസ് കൾച്ചർ, സംസ്കാരം എന്നുള്ളത് രാജ്യത്തെ നശിപ്പിക്കുന്നൊരു സംവിധാനമാണ്. എന്നാൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഏതെങ്കിലും ഒരു സർക്കാർ നടപ്പാക്കിയാൽ, എം മണി പറഞ്ഞതുപോലെ കിറ്റ് വാങ്ങി നക്കിയിട്ട് നന്ദികേട് കാണിച്ചു എന്ന് പറയുന്ന ജനപ്രതിനിധികളെ അവരുടെ കരണത്ത് കൊടുക്കുന്ന അടി പോലെ അടുത്ത തവണ വീട്ടിൽ ഇരുത്തുവാനുള്ള സൗമനസ്യം സമ്മതിദായകർ കാട്ടണം. കാരണം ഇവരുടെ ആരുടെയും വീട്ടിൽ നിന്നോ ഇവരുടെ ആരുടെയെങ്കിലും പിതാക്കളുടെ സ്വത്തുക്കൾ വിറ്റിട്ടോ അല്ല ഈ സൗജന്യ പദ്ധതികൾ ഇവർ നടപ്പാക്കുന്നത്. അത് പിണറായി വിജയനായാലും ശരി, വി ഡി സതീശനായാലും ശരി, നരേന്ദ്രമോദി ആയാലും ശരി. നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞതുകൊണ്ട് അസ്വസ്ഥരാകേണ്ട, വ്യത്യാസമുണ്ട്, അതിലേക്കും വരാം നമുക്ക്. ഈ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ഒരു ആകാശത്ത് കൊട്ടാരം കെട്ടുന്നത് പോലെയുള്ള, വായുവിൽ കൊട്ടാരം കെട്ടുന്നത് പോലെയുള്ള പദ്ധതികൾ നടപ്പാക്കുന്നവർ, അത് ഞാൻ ഈ പറഞ്ഞതുപോലെ അവരുടെ ഒന്നും പിതൃസ്വത്ത് വിറ്റിട്ടല്ല കൊണ്ടുവരുന്നത്, ജനങ്ങളുടെ നികുതി പണം എടുത്താണ് ഇതിനുള്ള വക കണ്ടെത്തുന്നത്. ഈ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ആകാശത്ത് കൊട്ടാരം കെട്ടുന്നത് പോലുള്ള പദ്ധതികളെന്ന് ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഇതിനുള്ള തുക എവിടുന്ന് കണ്ടെത്തും എന്നുള്ള യാതൊരു ലക്ഷ്യബോധവുമില്ലാതെയാണ് പ്രിയദർശിനി പോലുള്ള പദ്ധതികൾ ഇവർ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൽ നഷ്ടങ്ങൾ വരുമ്പോൾ, അതിൽ കുഴപ്പങ്ങളുണ്ടാകുമ്പോൾ, അതിൻ്റെ നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമ്പോൾ ഇവർ ജനങ്ങളെ പഴിക്കുന്നതിനോടൊപ്പം തന്നെ ഇവർ ആ പദ്ധതിക്ക് തുരങ്കം വയ്ക്കുവാനുള്ള മറ്റു മാർഗങ്ങളും ശ്രമിക്കും. ഒന്നുകിൽ ബസ്സുകളുടെ എണ്ണം കുറയ്ക്കും, അല്ലെങ്കിൽ ബസ്സുകളിലെ സൗകര്യം കുറയ്ക്കും, ബസ്സുകൾ ഇനിയിപ്പോൾ സ്റ്റോപ്പുകളിൽ നിർത്താതാകും, അല്ലെങ്കിൽ കൂടുതൽ ബസ്സുകൾ, പണം കൊടുത്ത് യാത്ര ചെയ്യേണ്ട കൂടുതൽ ബസ്സുകൾ മാത്രമാവും, പ്രിയദർശിനി ബസ്സിൻ്റെ തമ്മിലുള്ള അന്തരം കൂടും. അത്തരത്തിലുള്ള വിവിധ പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും. ജനസേവന പദ്ധതിയല്ല, ഈ ജനസേവന പദ്ധതി ജനങ്ങൾക്ക് പ്രയോജനമുള്ള പദ്ധതി എന്ന് അവർ പ്രഖ്യാപിച്ച്, അവരുടെ അഭിമാന പദ്ധതി എന്ന് അവരിപ്പോഴും പറയുന്ന ഈ പദ്ധതിക്ക് തുരങ്കം വയ്ക്കുവാനായിട്ട്. കാരണം സാമ്പത്തിക ബാധ്യത ചെറുതായിരിക്കില്ല സർക്കാരിൻ്റെ മേൽ ഇത് ചുമത്തുവാൻ പോകുന്നത്. KSRTC ഇത് വഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. അല്ലെങ്കിൽ തന്നെ ഏത് നിമിഷവും അതലപാതാളത്തിലേക്ക് കൂപ്പുകുത്താൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു വെള്ളാനയാണ് KSRTC. അത് KSRTCയുടെ ഒരു ബസ്സുകളുടെ കുഴപ്പമോ അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ കുഴപ്പമോ അല്ല. യൂണിയനുകളും അതിൻ്റെ മാനേജ്മെൻറ്റും അവർ തമ്മിലുള്ള സംഘർഷങ്ങളും അവർ ഒത്തുചേർന്നുള്ള കെടുകാര്യസ്ഥതയുടെ മുന്നോട്ട് പോക്കും ഒക്കെയായിട്ട് അതിനെ ഒരു വെള്ളാനയാക്കി മാറ്റി വച്ചിരിക്കുകയാണ്. KSRTCയുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. സർക്കാർ ആശുപത്രി സൗജന്യ ചികിത്സയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അതുതന്നെയാണ് അവസ്ഥ. മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിനുള്ള ഉപകരണങ്ങളില്ല, എന്നാൽ പോലും സൗജന്യ ചികിത്സ എന്നുള്ളത് സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ ആശ്വാസദായകമായിട്ടുള്ളൊരു പദ്ധതി തന്നെയാണ്. കാലാകാലങ്ങളായി തുടർന്നു വരുന്നൊരു പദ്ധതി തന്നെയാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. തിരുവനന്തപുരത്താണെങ്കിൽ മഹാരാജാക്കന്മാരുടെ കാലത്ത് തന്നെ അത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവന്നതാണ് ഈ മെഡിക്കൽ കോളേജ്. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം മാത്രം എടുത്താൽ ഒരു വി ഡി സതീശനോ ഒരു ജവഹർലാൽ നെഹ്റുവോ സ്ഥാപിച്ചതല്ലത്. മഹാരാജാവിൻ്റെ താല്പര്യപ്രകാരം സ്ഥാപിക്കപ്പെട്ടൊരു സംവിധാനമാണത്. അത് സർവകലാശാലകളുടെ കാര്യമാണെങ്കിൽ ഇപ്പോൾ അവ പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും എൻ്റെയും നിങ്ങളുടെയും നികുതി പണത്തിൻ്റെ പുറത്ത് തന്നെയാണ്. ഒരു സംശയവും വേണ്ടതിന്. അതുകൊണ്ട് CP ജോണിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന പദ്ധതിയുടെ ഉപഭോക്താക്കളെ അല്ല അദ്ദേഹം പരിഹസിച്ചിരിക്കുന്നത്. M മണി ചെയ്തതുപോലെ തന്നെ കിറ്റ് വാങ്ങി നക്കിയവന്മാർ നന്ദികേട് കാണിച്ചു എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു രൂപാന്തരമാണ്. കോൺഗ്രസ്സിലേക്ക് ചെന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ധാർഷ്ട്യത്തിൻ്റെ രൂപാന്തരമാണ് CP ജോണിലൂടെ കണ്ടത്. അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു, സത്യമാണ്. പക്ഷേ
ഇത്തരത്തിലുള്ളൊരു പദ്ധതികൾ നിങ്ങളിലേക്ക് ഇട്ട് തരുമ്പോൾ, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അടിസ്ഥാനപരമായിട്ട് ഈ ഫ്രീ ബീസ് സൗജന്യ പദ്ധതികൾ എന്നുള്ളൊരു സംവിധാനത്തോട് എനിക്ക് എതിർപ്പുള്ളത്. കാരണം അത് തരുന്ന ഈ CP ജോണിനാണെങ്കിലും VD സതീശനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും നരേന്ദ്രമോദിക്ക് അതുണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞ വ്യത്യാസമുണ്ട്. അതിലേക്ക് അവസാനമായിട്ട് വരാം. അത്തരത്തിലുള്ളൊരു പദ്ധതികൾ നടപ്പാക്കുന്നവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഇവരൊക്കെ ഞാൻ കൊടുക്കുന്നത് സൗജന്യത്തിലാണ് ജീവിച്ചു പോകുന്നത് എന്നുള്ളൊരു ധാർഷ്ട്യവും ധാരണയും ഉണ്ടാകാം. ധാർഷ്ട്യം കലർന്ന ആ ധാരണയാണ് ഇവരിൽ നിന്ന് ഇത്തരം വാക്കുകളായി പുറത്തു വരുന്നത്. ഇനി നരേന്ദ്രമോദിയിലേക്ക് വന്നാൽ എന്താണ്? നരേന്ദ്രമോദി സൗജന്യ പദ്ധതികൾ അനുവദിക്കുന്നില്ലേ? സൗജന്യ പദ്ധതികൾ അദ്ദേഹം അനുവദിക്കുന്നത് കുറവാണ്. മുദ്രാ ലോൺ പോലുള്ള ഒരു ശാക്തീകരണത്തിനുതകുന്ന രീതിയിലുള്ള പദ്ധതികളാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ നൽകുന്നത്. ഒരുപക്ഷെ സൗജന്യ പദ്ധതികൾ ഈ സുരക്ഷാ പദ്ധതികളാകാം, സ്ത്രീ സുരക്ഷാ പദ്ധതികളാകാം. അതിൻ്റെയൊക്കെ പേരിൽ നിരവധി സൗജന്യ പദ്ധതികൾ BJP സർക്കാരുകൾ വിവിധ സംസ്ഥാനങ്ങളിലും നടപ്പാക്കിയിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടും നടപ്പാക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം 2 കാര്യങ്ങളിലാണ്. ഒന്ന്, അവ നടത്തുവാനുള്ള ഒരു ഇച്ഛാശക്തിയും അതിനുള്ള സാമ്പത്തിക സ്രോതസ്സും അവർക്കുണ്ട്. സാമ്പത്തിക സ്രോതസ്സ് മുൻകൂട്ടി കണ്ടായിരിക്കും ആസൂത്രണം ചെയ്യുന്നത്. അത് കൃത്യമായി തന്നെ നടപ്പാക്കപ്പെടുകയും ചെയ്യും. 2, ഏതെങ്കിലും ഒരു പ്രദേശത്ത് ആളുകൾ കൂടുതൽ ഇതിൻ്റെ ഉപഭോക്താക്കളായിട്ട് BJP ജയിച്ചില്ലെങ്കിൽ നന്ദി കെട്ടവന്മാരെന്ന് ഇന്നേ വരെ നരേന്ദ്രമോദിയോ ഒരു BJPക്കാരനോ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളം. കാരണം കർഷകർക്കുള്ള 6000 രൂപ, മുദ്രാ ലോണിൻ്റെ ആനുകൂല്യങ്ങൾ, ഇവയെല്ലാം ഏറ്റവും കൂടുതൽ കൈപ്പറ്റിയിട്ടുള്ള ഒരു ജനവിഭാഗം കേരളത്തിലുണ്ട് എന്നുള്ളത് പലർക്കും അറിയാത്തൊരു വസ്തുതയാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിന് അറിയാതിരിക്കില്ലല്ലോ അത്. ഇന്നേ വരെ കേരളത്തിൽ നിന്ന് ഞങ്ങൾക്ക് മലപ്പുറത്തൊക്കെ ഒരുപാട് പേർ, മലപ്പുറത്തും കണ്ണൂരുമൊക്കെ നിരവധി പേർ ഈ കർഷകർക്കുള്ള 6000 രൂപയുടെ ആനുകൂല്യങ്ങൾ അർഹിക്കുന്നവരോ അർഹിക്കാത്തവരോ എന്നുള്ളത് മറ്റൊരവസരത്തിലേക്കുള്ള ചർച്ചയാണ്. അവർ കൈപ്പറ്റിയിട്ടുണ്ട്. കണ്ണൂർ ഞങ്ങൾക്കൊരു സീറ്റ് തന്നില്ല, നന്ദി കെട്ടവന്മാർ, 6000 രൂപയും വാങ്ങിച്ച് നക്കിയിട്ട് എന്ന് നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ എന്തിന് VV രാജേഷോ, തിരുവനന്തപുരം നഗരപിതാവായ VV രാജേഷോ, ഒരു സാധാരണ BJP പ്രവർത്തകനോ ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ആകപ്പാടെ അവർ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യം, പലയിടങ്ങളിലും, അത് ജമ്മു കാശ്മീർ പോലുള്ള സ്ഥലങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തെ ഉദ്ധരിക്കുവാനുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അവരെ വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ള അഭിപ്രായങ്ങൾ BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അനുഭാവികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് അനുഭവങ്ങളുടെ പുറത്താണ്. പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലൊരു സൗജന്യ പദ്ധതി നടപ്പാക്കുന്നത് ജനങ്ങളുടെ പണമെടുത്തിട്ടാണ്. നരേന്ദ്രമോദിയും മറ്റ് ഭരണാധികാരികളുമായിട്ട് ഈ സൗജന്യ പദ്ധതികൾ നടപ്പാക്കുന്ന മറ്റ് ഭരണാധികാരികളുമായിട്ടുള്ള വ്യത്യാസം ഞാൻ VD സതീശനെയോ CP ജോണിനെയോ നരേന്ദ്രമോദിയുമായിട്ട് താരതമ്യം ചെയ്യല്ല, വിജയനെ പോലും താരതമ്യം ചെയ്യല്ല. കാരണം അതിനവരെ അർഹരല്ല. എന്നിരുന്നാൽ പോലും ഭരണാധികാരികൾ എന്നുള്ള നിലയിൽ സൗജന്യ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ ഏറ്റവും വലിയ വ്യത്യാസം വരുന്നത് അതിൻ്റെ കാര്യക്ഷമമായിട്ടുള്ള പ്രായോഗികമായി അത് നടപ്പാക്കുന്ന രീതിയിലാണ്, അതിൻ്റെ ഒരു കാര്യക്ഷമതയിലാണ്. ആ കാര്യക്ഷമത, നരേന്ദ്രമോദിയുടെ കാര്യക്ഷമത ഇവർക്കൊക്കെ ഉണ്ടാകുവാൻ 7 ജന്മമെടുക്കും. പക്ഷേ വളരെ എളുപ്പമാണ് താനും അത് ആ കാര്യക്ഷമത ആർജിച്ചെടുക്കുവാൻ. സ്വന്തമായിട്ടുള്ള ഈ ധാർഷ്ട്യം ഒഴിവാക്കി ഞങ്ങൾക്കെന്ത് പ്രയോജനം കിട്ടുമെന്നുള്ള ചിന്തയും ഒഴിവാക്കി ഇത്തരം പദ്ധതികൾ നടപ്പാക്കുവാൻ തുനിഞ്ഞിറങ്ങിയാൽ അതിനുള്ള സാമ്പത്തിക സ്രോതസ്സൊക്കെ താനേ ഉണ്ടായി വന്നുകൊള്ളും. അതിനും മുൻപ് ഒരു രാഷ്ട്രീയക്കാരൻ ശരിക്കും ഒരു ഭരണാധികാരിയാകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, താൻ നടപ്പാക്കുവാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ച് മുന്നൊരുക്കങ്ങളും ആസൂത്രണങ്ങളും കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. ആദ്യം അതിൻ്റെ ഒരു ചുമതല തന്നെ വഹിച്ച് അതിന് യോജിച്ച ഒരു സംവിധാനമുണ്ടാക്കി, ടീമിൻ്റെ കാര്യമാണ് പറയുന്നത്, ടീമിനെ സൃഷ്ടിച്ച ഒരു പഠനമൊക്കെ നടത്തി, മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള പഠനങ്ങൾ നടത്തി ഇത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ള ഒരു തീരുമാനത്തിലെത്തുക. അതിനുശേഷം മാത്രം ഈ പദ്ധതികൾ പ്രഖ്യാപിക്കുക. അല്ലാതെ എടുത്തു ചാടി രാഹുൽ ഗാന്ധിയുടെ സ്ഥിരം പരിപാടിയാണ് ഘട്ടാക്കട്ട് 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 8000 രൂപ വരും, 70000 രൂപ വരും, 1.5 ലക്ഷം രൂപ വരും എന്നിങ്ങനെ യാതൊരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ, യാതൊരു കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളോ ആസൂത്രണങ്ങളോ ഇല്ലാതെ പദ്ധതികൾ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുക. കർണാടകയിലും ഈ സൗജന്യ യാത്രാ പദ്ധതികൾ നടപ്പാക്കി അവിടുത്തെ സർക്കാർ യാത്രാ സംവിധാനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും തകർന്നടിയുന്ന മട്ടിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കേരളത്തിലും KSRTCക്ക് പ്രിയദർശിനി വലിയൊരു ബാധ്യതയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പ്രിയദർശിനി പദ്ധതി അവരുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ ഭാഗമായി നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ CP ജോണിൻ്റെയോ VD സതീശൻ്റെയോ പിതൃസ്വത്ത് വിറ്റിട്ടുള്ള പണത്തിൽ നിന്നല്ല അത് നടപ്പാക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും നികുതി പണത്തിലാണ്. ഒരുത്തൻ്റെയും സൗജന്യമല്ലത്. MM മണിയോട് അന്ന് പറഞ്ഞതുപോലെ കിറ്റ്, മണിയാശാൻ്റെ
പിതൃസ്വത്ത് വിറ്റിട്ടുള്ള പണത്തിൽ നിന്നല്ല എടുത്ത് വിതരണം ചെയ്തത് കാരണഭൂതൻ്റെ പിതൃസ്വത്ത് വിറ്റ പണത്തിൽ നിന്നുമല്ല. ഒരുത്തൻ്റെയും ഔദാര്യമല്ലത്. അത് ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. നടപ്പാക്കുമെങ്കിൽ, സൗജന്യ പദ്ധതി ഒരു സർക്കാർ നടപ്പാക്കുമെങ്കിൽ അത് ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഒരുത്തൻ്റെയും ഔദാര്യമല്ല. അത് കൃത്യമായിട്ട് CP ജോണിനോടായാലും VD സതീശനോടായാലും പിണറായി വിജയനോടായാലും നാളെ നരേന്ദ്രമോദി നിങ്ങളെ നന്ദി കെട്ടവനെന്ന് വിളിച്ചാൽ അദ്ദേഹത്തോടായാലും പറയുവാനുള്ളൊരാർജവം സമ്മതിദായകർക്കുണ്ടായിരിക്കണം. നരേന്ദ്രമോദി പറയില്ല എന്നുള്ളത് വേറൊരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരുമായിട്ട് പിണറായി വിജയനാകട്ടെ, VD സതീശനാകട്ടെ, CP ജോണാകട്ടെ, മറ്റേത് ഭരണാധികാരിയോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റുകാരനായോ ആയ ഏത് ഭരണാധികാരിയോ ആകട്ടെ, അവർക്ക് നരേന്ദ്രമോദിയോടൊരു താരതമ്യത്തിന് പോയിട്ട് അദ്ദേഹത്തോട് ഒരുമിച്ച് പേരുകൾ പോലും പറയപ്പെടുവാനുള്ള അർഹതയില്ല. ഭരണ മേന്മയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഭരണമികവിൻ്റെ കാര്യത്തിൽ, കാര്യക്ഷമതയുടെ കാര്യത്തിൽ. ഈ സൗജന്യ പദ്ധതികളെക്കുറിച്ച്, ഈ CP ജോണിൻ്റെ അഭിപ്രായത്തെക്കുറിച്ചും അതിനു മുൻപ് MM മണിയുടെ അഭിപ്രായത്തെക്കുറിച്ചും ഒക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ പൊതുച്ചോറിൻ്റെ പേരിലും DYFI ഒക്കെ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഉന്നയിക്കാത്ത സേവാഭാരതിയുമുണ്ട്. ഇതെല്ലാം ഒന്ന് ആലോചിച്ച് ഒന്ന് വിശകലനം ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് തോന്നി. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമൈ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.